Hello everyone. This is Accounting for Liquidation of Companies in the 5th session. Here we are studying Liquidator's Final Statement of Account. One Final Statement of Account Liquidator prepare this account in the form of cash account, receipts and payments, cash account. This is Liquidator's Final Statement of Account tribunal or company. സമർപ്പിക്കേണ്ടത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഫോമിലാണ് ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അതിന്റെ ഫോം നോക്കാം. ഇതാണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. നമുക്ക് ക്യാഷ് അക്കൗണ്ട് പോലെ റെസീപ്റ്റ് സൈഡും പേയ്മെന്റ് സൈഡും ഉണ്ട്. റെസീപ്റ്റ് സൈഡ് നോക്കാം. ടു ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അസറ്റ് റിയലൈസ്ഡ്. കുറെ അസറ്റ്സ് ഉണ്ട് കമ്പനിക്ക്. ആ അസറ്റ്സ് എല്ലാം റിയലൈസബിൾ ആയിട്ടുള്ള എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് ലിക്വിഡേറ്ററിന് കിട്ടും. ആ എമൗണ്ട് റെസീപ്റ്റ് സൈഡിലേക്ക് വരും. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആവാം, കറണ്ട് അസറ്റ്സ് ആവാം, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആവാം, ഫിക്സ്ഡ് അസറ്റ്സ് ആവാം. ഏതൊക്കെയാണോ ഏതൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ടോ ആ എമൗണ്ട്സ് എല്ലാം അവിടെ എൻ്റർ ചെയ്യുക. ടോട്ടൽ നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കാം. ക്യാഷും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും സെപ്പറേറ്റ് നമ്മൾ ഔട്ട്സൈഡ് കോളത്തിൽ കാണിക്കുന്നു. ദെൻ ടു സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസ്, അതായത് ചില അസറ്റ്സ് നമ്മൾ കമ്പനി ഓൾറെഡി ലോൺ എടുത്തിരിക്കുമായിരിക്കും, അത് സെക്യൂരിറ്റി ആയിട്ട് വെച്ച്. അങ്ങനെയുള്ള അസറ്റ്സ് ആ ലോൺ എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ലിക്വിഡേറ്റർക്ക് ബാക്കിയുള്ള പേയ്മെന്റ് നടത്താനായിട്ട് കിട്ടുകയുള്ളൂ. സോ അതിന്റെ കാൽക്കുലേഷൻ അസറ്റ് റിയലൈസ്ഡ്, എത്രയാണോ റിയലൈസ് ചെയ്ത എമൗണ്ട് അതിൽ നിന്ന് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്ര കൊടുക്കാണ്ട് അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് നമ്മുടെ എമൗണ്ട് കോളത്തിലേക്ക് വരുന്നുള്ളൂ. ദെൻ എമൗണ്ട് റിയലൈസ് ഫ്രം കോൾസ് ഓൺ കോൺട്രിബ്യൂട്ടറീസ് മെയ്ഡ്. നമുക്ക് ലിക്വിഡേറ്റർക്ക് പണം തികയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺട്രിബ്യൂട്ടറീസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് റെസീപ്റ്റ് സൈഡിൽ വരും. ദെൻ പേയ്മെന്റ് സൈഡിൽ ലീഗൽ ചാർജസ്, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, ലിക്വിഡേഷൻ എക്സ്പെൻസസ്, പിന്നെ ഡി ആസ് പെർ ലിസ്റ്റ് ഡി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ എന്താണ് ആസ് പെർ ലിസ്റ്റ് ഇ ക്രെഡിറ്റേഴ്സ്, അതിൽ തന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും വരും. പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ടറീസ് റിട്ടേൺ ചെയ്യുമല്ലോ. സോ returns to contributories to preference shareholders including dividend equity shareholders. അങ്ങനെയാണ് ഈ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു റഫ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്യുക. വിശദമായിട്ടുള്ള ഒരു ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പേയ്മെന്റ്സിൽ ലിക്വിഡേറ്റേഴ്സിന്റെ റെമ്യൂണറേഷനും ലീഗൽ ചാർജസും ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഒക്കെ ആദ്യമേ തന്നെ എടുക്കാമെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ലിക്വിഡേറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്? എന്താണ് റെമ്യൂണറേഷൻ പല തലത്തിലാണ് കിട്ടുന്നത്. മിക്കവാറും അത് കിട്ടുന്ന കമ്മീഷൻ രൂപത്തിലാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അതായത് ഒരു അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ആ അസറ്റ് ആരാ വിൽക്കുക? ലിക്വിഡേറ്റർ ആണ്. അപ്പൊ അത് വിൽക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വിറ്റ് റിയലൈസ് ചെയ്യണം, എമൗണ്ട് റിയലൈസ് ചെയ്യണം. അപ്പോൾ ആ റിയലൈസ് ചെയ്ത എമൗണ്ടിന് ഒരു കമ്മീഷൻ ലിക്വിഡേറ്റർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ആ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അവർക്ക് എടുക്കാൻ, അതായത് ലിക്വിഡേറ്ററിന് എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് അല്ല, അതൊരു നേരത്തെ തന്നെ തീരുമാനിക്കുന്നതാണ്. എത്ര രൂപ കമ്മീഷൻ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നതാണ്. ദെൻ കമ്മീഷൻ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയും കമ്മീഷൻ എടുക്കാം, അങ്ങനെ ഒരു എഗ്രിമെന്റ് പറയുന്നുണ്ടെങ്കിൽ. ദെൻ കമ്മീഷൻ ഓൺ എമൗണ്ട് പേ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഒരു സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ആയിട്ട് വെക്കാത്ത അസറ്റ്സ് എടുത്ത് റിയലൈസ് ചെയ്ത എമൗണ്ട് മാത്രമേ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും കുറച്ച് കമ്മീഷനൊക്കെ ലിക്വിഡേറ്റർ കൊടുക്കും. എന്നാലും ലിക്വിഡേറ്റർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. സോ അതിന്റെ മുകളിലും ഒരു കമ്മീഷൻ ലിക്വിഡേറ്റർക്ക് എടുക്കാം. അപ്പൊ ഏത് രീതിയിലായിരിക്കാം കമ്മീഷൻ, അത് ക്വസ്റ്റ്യനിൽ പറയും. ആ രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അത് പേയ്മെന്റ് ആയിട്ട് നമുക്ക് കാണിക്കുകയും ലിക്വിഡേറ്റർ കാണിക്കുകയും ചെയ്യും. ദെൻ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ സഫീഷ്യന്റ് എമൗണ്ട് ഉണ്ടാവാം, ചിലപ്പോൾ അവർക്ക് സഫീഷ്യന്റ് എമൗണ്ട് ഇല്ലാതിരിക്കാം. സഫീഷ്യന്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് 1 lakh rupees ആണ് കൊടുക്കാനുള്ളത്. 1 lakh rupeesഉം ബാക്കി എല്ലാ പേയ്മെന്റ്സും ഡി ഇ ആസ് പെർ ലിസ്റ്റ് ഡി ഒക്കെ കൊടുത്തതിന് ശേഷം ഇ കൊടുക്കാനായിട്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ സഫീഷ്യന്റ് എമൗണ്ട് ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ എത്രയാണോ അവർക്ക് ഡ്യൂ അതിന്റെ 3% ആണെങ്കിൽ ഇൻറ്റു 3%, 2% ആണെങ്കിൽ ഇൻറ്റു 2%, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സഫീഷ്യന്റ് അല്ല, തികയുന്നില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് ആ എമൗണ്ട് ഇൻറ്റു 2% ആണെങ്കിൽ 2 divided by 102, 3% ആണെങ്കിൽ 3 divided by 103, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ഇല്ലസ്ട്രേഷൻ നമ്പർ 3. ഫോളോയിങ് വാസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2019. 31st March 2019 ബാലൻസ് ഷീറ്റ് ആണ്.
Equity and liabilities share capital 8,000 equity shares rupees 60 വരെ മാത്രമേ paid up ആയിട്ടുള്ളൂ. 14% 4,000 preference shares of rupees 100 each. Reserves and surplus ഉണ്ട്, negative balance ആണ് 2,40,000. Then secured creditors ഒരു 14% debentures ഉണ്ട്. Then ഒരു interest accrued on debentures 32,200 ഉണ്ട്. കാരണം interest കൊടുത്തിട്ടില്ല. 32,200 ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. ലോൺ ഓൺ മോർഗേജ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ മോർഗേജ് ഓക്കെ ലോൺ ഉണ്ട്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ദെൻ അസറ്റ് സൈഡിൽ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻടാഞ്ചിബിൾ അസറ്റ് സൈഡിൽ ഒരു പേറ്റന്റ് ഉണ്ട്. ദെൻ സ്റ്റോക്ക് അറ്റ് കോസ്റ്റ്, ദെൻ ഡെറ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ ടോട്ടൽ അസറ്റ്. On 31st March 2019, the company went into voluntary liquidation. Company voluntary liquidate ചെയ്യുന്ന date ആണ് 31st March 2019. The dividend on 14% preference shares was in arrear for 1 year. 14% preference shares ഉണ്ട്. അതിൽ ഒരു വർഷത്തെ ഡിവിഡൻഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കണം. Sundry creditors include preferential creditors amounting to rupees 30,000. Sundry creditors നോക്കിയേ. Equity and liabilities third one. Sundry creditors 1,17,800 ഉണ്ട്. ആ എമൗണ്ടിൽ preferential creditors ഉണ്ട്. Preferential creditors ഒരു 30,000 rupees വേറെ ഉണ്ടെന്നുള്ളതാണ്. Asset realized, land, building, plant and machinery, patent, stock, sundry debtors realized ആയിട്ടുള്ള എമൗണ്ട് പറയുന്നുണ്ട്. ഈ എമൗണ്ട് ആണല്ലോ റിസീപ്റ്റ് സൈഡിൽ കാണിക്കേണ്ടത്. Then expenses of liquidation amounted to rupees 29,434. Liquidation expenses ഉണ്ട്. Liquidator is entitled to a commission. Liquidator commission ഉണ്ട് of 2% on all asset realized. എല്ലാ അസറ്റ്സിന്റെ മുകളിലും 2% except cash at bank. Cash at bank അല്ലാതെ ബാക്കിയുള്ള എമൗണ്ടിൽ ബാക്കിയുള്ള അസറ്റ്സിലെല്ലാം 2% കമ്മീഷൻ എടുക്കാം. 2% on amount distributed among unsecured creditors other than preferential creditors. നിങ്ങൾ ചെയ്യുമ്പോൾ underline that other than preferential creditors. അതായത് unsecured creditors നോക്കാം. നമുക്ക് sundry creditors 1,17,800 1,17,800 rupees ഉണ്ട് sundry creditors. അതിൽ 30,000 rupees ആണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു. ആ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഒഴികെ ബാക്കിയുള്ള എമൗണ്ട് എത്രയാണോ അവർക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത് ആ എമൗണ്ടിന്റെ മുകളിൽ 2% കമ്മീഷൻ എടുക്കാമെന്ന് പറയുന്നു. ഇൻട്രസ്റ്റ് ഓൺ മോർഗേജ് ലോൺ ഷാൽ ബി ഇഗ്നോർഡ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്. ഇൻട്രസ്റ്റ് ഓൺ മോർഗേജ് ലോൺ നമുക്ക് നോക്കണ്ട, ഇഗ്നോർ ചെയ്തോളാൻ പറയുന്നു. പ്രിപ്പയർ ദ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. ദിസ് ഇസ് ദ സൊല്യൂഷൻ. അസറ്റ് റിയലൈസ് ചെയ്യുന്നു, ക്യാഷ് അറ്റ് ബാങ്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എമൗണ്ട് കോളത്തിൽ 60,000 വേറെ എഴുതുന്നു. കാരണം നമുക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, പേറ്റന്റ്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് എല്ലാം റിയലൈസബിൾ ആയിട്ടുള്ള റിയലൈസ്ഡ് വാല്യൂലാണ് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റിന്റെ പാരഗ്രാഫിൽ റിയലൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് പറയുന്നുണ്ട്. അതിന്റെ ടോട്ടൽ മാത്രം 11,90,000 ആണ്. ഈ 11,90,000 ഒരു 2% കമ്മീഷൻ എടുക്കാം ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷൻ ആയിട്ട്. സോ പേയ്മെന്റ് സൈഡിൽ ആദ്യം തന്നെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആണ് 29,434. ദെൻ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, ഈ അസറ്റ് റിയലൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് 11,90,000 2% ആദ്യം എടുക്കാം. പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് 2% അത് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, അവിടെ കുറച്ച് സ്പേസ് വിടണം. എന്നിട്ട് അടുത്ത എമൗണ്ട് നമുക്ക് നോക്കാം, ലോൺ ഓൺ മോർഗേജ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലോൺ ഓൺ മോർഗേജ്. ലോൺ ഓൺ മോർഗേജ് നോക്കിയാൽ കാണാം 1,50,000 rupees ഉണ്ട്. ലോൺ ഓൺ മോർഗേജ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കണ്ടോ, സെക്കൻഡ് ഐറ്റം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ സെക്കൻഡ് ഐറ്റത്തിൽ രണ്ടാമത്തെ പോയിന്റ് ലോൺ ഓൺ മോർഗേജ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,50,000. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ മുകളിലാണ് ആ ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തപ്പോൾ ഈ അസറ്റ് റിയലൈസ്ഡിൽ 11,90,000 നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ. ആ ടോട്ടൽ ലാൻഡും ഉണ്ട്. സോ ലാൻഡിൽ നിന്ന് കിട്ടിയ എമൗണ്ടിൽ നമുക്ക് ആർക്ക് കൊടുക്കാനുണ്ട്? ശരിക്കും പറഞ്ഞാൽ മോർഗേജ് ലോൺ കൊടുക്കാനുണ്ട്. ഓക്കെ, സോ ആ എമൗണ്ട് കൊടുക്കുക നമ്മൾ 1,50,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ലാൻഡിന് 80,000 ബിൽഡിംഗ് ഒരു 2,80,000 കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്ന് 1,50,000 രൂപ ലോൺ ഓൺ മോർഗേജ് നമ്മൾ പേയ്മെന്റ് കൊടുത്തു. ഇപ്പോൾ റെസീപ്റ്റ് സൈഡിൽ നിന്ന് അത് പേയ്മെന്റ് ആയപ്പോൾ അത് കുറഞ്ഞു എന്നർത്ഥം. ദെൻ ആസ് പെർ ലിസ്റ്റ് ഡി
D, debenture holders secure on all assets of the company എന്ന് പറയുന്നുണ്ട്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് 14% ഡിബഞ്ചേഴ്സിന് ടോട്ടൽ എമൗണ്ട് 2,30,000. അതിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ ഒരു 32,200 റുപ്പീസ് കിടക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഒരു 3 മാസത്തെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കാനുണ്ട്. 3 മാസത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു സെന്റൻസ് വിട്ടുപോയെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ഏറ്റവും താഴെ പാരഗ്രാഫിൽ ഓൾ പേയ്മെന്റ്സ് വെർ മെയ്ഡ് ഓൺ 30th June 2019 എന്ന് പറയുന്നുണ്ട്. ഓൾ പേയ്മെന്റ്സ് വെർ മെയ്ഡ് ഓൺ 30th June എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് മാർച്ചിലെയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തെ പലിശ കൂടി കൊടുക്കണം. ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഡിബഞ്ചർ 32,200 ഉണ്ട്. ആ എമൗണ്ടും കൂടാതെ 3 മാസത്തെ പലിശയും കൂടി ചേർത്ത് വേണം കൊടുക്കാൻ. നോക്ക് ആൻസറിൽ താഴെ വർക്കിംഗ് നോട്ടിൽ ഇൻട്രസ്റ്റ് ഫ്രം 1st April 2019 to 30/6/2019 എന്ന് കാണിച്ചിട്ടുണ്ട്. 2,30,000ന്റെ 14% അങ്ങനെ 3 മാസത്തെ 3/12 8,050 വരും. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് പെർ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള 32,200ഉം 8,050 കൂടി ചേർത്ത് 40,250 റുപ്പീസ് ഇൻട്രസ്റ്റ്. So payment side la debenture holders 2,30,000 plus 40,250, outer column 2,70,250. Okay, then preferential creditors ini namukku as per E kodukkanam. As per E അനുസരിച്ച് preferential creditors ആദ്യം കൊടുക്കാം 30,000. unsecured creditors ini amount തെകയോ ഇനി amount ഉണ്ടോ നോക്കുക. receipt side ൽ 12,50,000 rupees ഉണ്ട്. 12,50,000 rupees. നമ്മൾ പേയ്മെന്റ് സൈഡിൽ ഇപ്പോൾ ലിക്വിഡേഷൻ എക്സ്പെൻസസ്, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷനിൽ ആകെ ഒരു എമൗണ്ട് 23,800, ലോൺ, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത എമൗണ്ട്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത എമൗണ്ട് കഴിഞ്ഞ് വീണ്ടും നിറയെ എമൗണ്ട് ഉണ്ട്. സോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള 87,200. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് 87,200 റുപ്പീസ് ആണ്. ഞാൻ എഴുതിയൊരു മിസ്റ്റേക്ക് ആണത്. സോ 87,200 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ 2% ലിക്വിഡേറ്റർക്ക് റെമ്യൂണറേഷൻ ഉണ്ട്. സോ നേരെ തിരിച്ചു പോയി ലിക്വിഡേറ്റർ റെമ്യൂണറേഷനിൽ 87,200ന്റെ 2% കണ്ടുപിടിച്ച് 1,756 രൂപ കാണിച്ച് ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷൻ 25,556 എന്ന് എഴുതണം. ഓക്കെ, അപ്പം അതുവരെ ആയി. ദെൻ പ്രിഫറൻഷ്യൽ ആസ് പെർ എഫ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വർഷത്തെ അരിയർ കൊടുക്കാനുണ്ട്. സോ ക്യാപിറ്റൽ എമൗണ്ട് 4 lakhും അരിയർ 56,000. എങ്ങനെ അരിയർ കാണും? താഴെ വർക്കിംഗ് നോട്ട് നോക്കിയേ. അരിയേഴ്സ് ഇസ് ഈക്വൽ ടു 4 lakh into 14%, അങ്ങനെ ഒരു വർഷം into 1 year, that is 56,000. അതും കൂടി ചേർത്ത് 4,56,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ബാക്കിയുള്ളത് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ബാലൻസിംഗ് ഫിഗർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതായി കാണിക്കുക, അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ഫോർ ദ സേക്ക് വേണമെങ്കിൽ അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 8,000 ഷെയർസ് ഉണ്ട്. സോ അതുകൊണ്ട് 2,09,960 ഡിവൈഡഡ് ബൈ 8,000 ഷെയർ പറഞ്ഞാൽ ഒരു ഷെയറിന് 25 രൂപ 12 പൈസയാണ് അവർക്ക് റിട്ടേൺ ചെയ്യുന്നത്. 25.12 പെർ ഷെയർ. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് വിടുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡി കൊടുത്തു, ദെൻ ഇ കൊടുക്കുമ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, അതിനുശേഷം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ആ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഒഴികെ ബാക്കിയുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കമ്മീഷൻ കാണാൻ പറഞ്ഞതുകൊണ്ടാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഒഴികെയുള്ള കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചെയ്ത് നോക്കുക. ചെയ്യുമ്പോഴാണ് ആ തിരിച്ചുപോയി അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. Illustration number 4. Baker Limited went into voluntary liquidation. The details regarding liquidation are as follows. Share capital 2,008% preference shares of ₹100 each fully paid up. Class A 2,000 equity shares, Class B 1,600, Class C 1,400. 3 ക്ലാസ് ഓഫ് ഷെയർസ് ആണ്. എല്ലാ ഷെയർസിൻ്റെയും ഫേസ് വാല്യൂ ഒന്ന് തന്നെയാണ്, 100 റുപ്പീസ് ആണ്. പക്ഷെ പെയ്ഡ് അപ്പ് വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഒന്ന് 75 റുപ്പീസ്, ഒന്ന് 60 റുപ്പീസ്, ഒന്ന് 50 റുപ്പീസ് ആണ്. കൂടാതെ മൊത്തം ഈ ഒരു കമ്പനിക്ക് 5,000 ഷെയർസ് ഉണ്ട് അല്ലേ. നോക്ക് 2,000 പ്ലസ് 1,600 പ്ലസ് 1,400, 2, 3, 4, 5. 5,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഉള്ളത്. ഒരേ ഫേസ് വാല്യൂ ആണ്, പക്ഷെ ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് പെയ്ഡ് അപ്പ്. സോ അതിനെ നമുക്ക് നോക്കാം. നമുക്ക് തികയാതെ വരുമ്പോൾ കുറച്ച് എമൗണ്ട് തന്നവരിൽ നിന്ന് നമ്മൾ ആദ്യം വാങ്ങണം.
സർപ്ലസ് ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് തന്നവർക്ക് ആദ്യം കൊടുത്തിട്ട് വേണം ബാക്കി കൊടുക്കാൻ. അങ്ങനെ ഒരു കാര്യം നമ്മൾ നേരത്തെ തിയറി പഠിച്ചിട്ടുണ്ട്. അസറ്റ്സ് ഇൻക്ലൂഡിംഗ് മെഷീനറി റിയലൈസ്ഡ് 4,20,000. മെഷീൻ ഉൾപ്പെടെയുള്ള അസറ്റ് റിയലൈസേഷൻ ആണ് 4,20,000. Liquidation expenses ₹15,000. Baker Limited has borrowed a loan of ₹50,000 from Patel Brothers against the mortgage of machinery which realized ₹80,500. Baker ലോൺ ബോറോ ചെയ്തിട്ടുണ്ട് പട്ടേൽ ബ്രദേഴ്സിന് 50,000 രൂപ. എഗെയിൻസ്റ്റ് ദ മോർഗേജ് ഓഫ് മെഷീനറി ആണ് മോർഗേജ് ആയിട്ട് വെച്ചിരിക്കുന്നത്, അവിടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. ആ മെഷീനറി വിറ്റപ്പോൾ 80,500 രൂപ കിട്ടി. അതായത് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അസറ്റ്സ് ഇൻക്ലൂഡിംഗ് മെഷീനറി റിയലൈസ്ഡ്. അപ്പൊ ഇൻക്ലൂഡിംഗ് മെഷീനറി 4,20,000-ൽ 80,500 എന്തിന്റെയാണ്? മെഷീനറിയുടെയാണ്. In the books of the company, salaries of 4 clerks for 4 months at the rate of ₹200 per month and salaries of 4 peons for 3 months at the rate of 150 per month are outstanding. Preferential creditors ആരൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ആരെയൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ നമ്മൾ പറയുന്നുണ്ട്, അതായത് സൂപ്പർവൈസറി പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരല്ലാത്ത എംപ്ലോയീസിന്റെ സാലറി 4 മാസം വരെ എന്താണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് കണക്കാക്കാം എന്ന് പറയുന്നു. ഇവിടെ നോക്കിയേ, കമ്പനി സാലറീസ് ഓഫ് 4 clerks for 4 months 4 മാസത്തെ ശമ്പളമേ ഉള്ളൂ. അപ്പൊ അത് മുഴുവനും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. സാലറി ഓഫ് 4 peons for 3 months, അപ്പൊ അതും 3 months അല്ലേ ഉള്ളൂ. സോ അതും കംപ്ലീറ്റ് ആയിട്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. ഇൻ അഡീഷൻ ടു ദിസ്, ദ കമ്പനീസ് ബുക്ക് ഷോ ദ ക്രെഡിറ്റേഴ്സ് വർത്ത് ₹88,200 ആൻഡ് ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ബൈ ദ കമ്പനി ₹800. കമ്പനിയുടെ ബുക്കിൽ ക്രെഡിറ്റേഴ്സിൽ 88,200 രൂപയുണ്ട്. കൂടാതെ ഇൻകം ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് 800. ഇൻകം ടാക്സ് എന്താണ്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരും. പ്രിപ്പയർ ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെന്റ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. ഓക്കെ, സോ നമ്മുടെ റെസീപ്റ്റ് സൈഡിൽ ആദ്യം റിയലൈസ് ചെയ്യുന്നു അസറ്റ് ഇൻക്ലൂഡിംഗ് മെഷീനറി 4,20,000 റുപ്പീസ്. ഓക്കെ, ഇത് 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ റെസീപ്റ്റ് സൈഡിൽ 4,20,000 പകരം 4,20,000 നിന്ന് നമ്മൾ 80,500 നിന്ന് 50,000 കൊടുത്ത്, അതായത് 80,500-ൽ 50,000 ആണ് കടമുള്ളത് അല്ലേ. മെഷീനറി 80,500 കിട്ടുമ്പോൾ അതിൽ 50,000 രൂപ നമുക്ക് ലോൺ എടുത്തവർക്ക് കൊടുക്കാനുണ്ട്. ബാക്കി 30,500 മാത്രം എടുത്ത് വേണമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ അസറ്റ് റിയലൈസ്ഡ് 4,20,000 തന്നെ റെസിപ്റ്റ് സൈഡിൽ എഴുതിയാൽ മതി. പക്ഷെ അപ്പോൾ തന്നെ പേയ്മെന്റ് സൈഡിൽ 50,000 രൂപ കൊടുക്കാനുണ്ട്. സോ പേയ്മെന്റ് സൈഡിൽ പേയ്മെന്റ് ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ലോൺ ഓഫ് പട്ടേൽ ബ്രദേഴ്സിന്റെ 50,000 അപ്പോൾ തന്നെ നമ്മൾ പേ ചെയ്തു. ഓക്കെ, പിന്നെ ഒരു ഐറ്റംസും റെസീപ്റ്റ് സൈഡിൽ എഴുതിയിട്ടില്ല കേട്ടോ. റെസീപ്റ്റ് സൈഡിൽ ആകെ അസറ്റ് റിയലൈസ്ഡ് മാത്രമേ ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ട് നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, ഇനി പേയ്മെന്റ് സൈഡാണ് എഴുതേണ്ടത്. ലിക്വിഡേഷൻ എക്സ്പെൻസ് ഒരു 15,000 നമുക്കുണ്ട്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അപ്പൊ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് 4 മാസത്തെ ശമ്പളക്കാരും, ഒന്ന് 3 മാസത്തെ ശമ്പളക്കാരും, പിന്നെ ഒരു ഇൻകം ടാക്സും. അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് വർക്കിംഗ് നോട്ടിൽ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഇൻകം ടാക്സ് 800, 4 ക്ലർക്സിന്റെ 4 മാസത്തെ ശമ്പളം 3,200, 4 പ്യൂൺസിന്റെ 3 മാസത്തെ ശമ്പളം 150 രൂപ വെച്ച് 3 മാസത്തെ ശമ്പളം 1,800, ടോട്ടൽ 5,800 ആണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അത് നമ്മൾ നേരെ റെസീപ്റ്റ് സൈഡിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 5,800 എന്ന് എഴുതി. ദെൻ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് തികയോന്നൊന്ന് നോക്കണം. തികയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. തികയുമല്ലോ, കാരണം 4,20,000 രൂപയാണ് റെസീപ്റ്റ് സൈഡിൽ കിടക്കുന്നത്. ഇതുവരെ പേയ്മെന്റിൽ 50,000, 15,000, 5,800 രൂപയെ വന്നിട്ടുള്ളൂ. സോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനും എമൗണ്ട് ഉണ്ട് 88,200. ഓക്കെ, ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ തികയോന്ന് നോക്കുക. ഈ ഒരു സമയത്തിൽ 2,61,000 രൂപയോളം ബാക്കിയുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4,20,000 നിന്ന് 50,000, 15,000, 5,800, 88,200 മൈനസ് ചെയ്താൽ ഇനി 2,61,000 രൂപ, 2,61,000 റുപ്പീസ് ഉണ്ട്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനും 2 lakh അല്ലേ ഉള്ളൂ, അവർക്കും കൊടുക്കാം ഇക്വിറ്റി 2 lakh. ബാക്കിയുള്ളതിന്റെ കണക്കാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. സോ നേരെ വർക്കിംഗ് നോട്ടിലേക്ക് പോവാം. കാൽക്കുലേഷൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനാണോ അത് അവരിന്ന് വാങ്ങാനാണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള അക്കൗണ്ട് പ്രകാരമുള്ള എമൗണ്ട് ഒക്കെ റെസീപ്റ്റ്സിലെ പേയ്മെന്റ് മൈനസ് ചെയ്ത് നോക്കാം. അസറ്റ് റിയലൈസ്ഡ് 4,20,000. റെസീപ്റ്റ് സൈഡിൽ നമുക്ക് ആകെ ഒരു എമൗണ്ട് ഉള്ളൂ 4,20,000. പേയ്മെന്റ് സൈഡിൽ നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, then liquidation expenses, preferential creditors, unsecured creditors, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്,
2 lakh വരെ. അങ്ങനെ എല്ലാ എമൗണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇനിയുള്ള എമൗണ്ട്, ബാക്കിയുള്ള എമൗണ്ട് 61,000 റുപ്പീസ് ആണ്. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്? 61,000. ആ 61,000 ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ഓൾറെഡി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്, ലയബിലിറ്റി ഉണ്ട്. എത്രയാണ്? ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് 2000 ഷെയർസിന് 75 രൂപ വെച്ച് തന്നിട്ടുണ്ട്. സോ 1,50,000. രണ്ടാമത്തെ ക്ലാസ്സുകാര് 1600 ഷെയർസ് ആണ്, അവർ 60 രൂപ വെച്ച് തന്നിട്ടുണ്ട്, 96,000. ദെൻ തേർഡ് ക്ലാസ് സി ആണെങ്കിൽ 1400 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹50, അങ്ങനെ 70,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. സോ ടോട്ടൽ 3,16,000 റുപ്പീസ് ക്യാപിറ്റലായിട്ട് നമ്മൾ ലയബിൾ ആണ് കമ്പനി. ആ 3,16,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. പക്ഷെ ലിക്വിഡേറ്ററുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 61,000 റുപ്പീസേ ഉള്ളൂ. അതായത് ഇനി എത്ര ഇല്ല ലിക്വിഡേറ്റർക്ക് കൊടുക്കാനില്ലാത്ത എമൗണ്ട് എത്രയുണ്ട്? 2,55,000. അതായത് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മൊത്തത്തിൽ ടോട്ടലായിട്ട് ലോസ് എന്ന് പറയുന്നത് 2,55,000. കിട്ടാൻ ഒരു വകുപ്പും ഇല്ല അല്ലേ? അങ്ങനെ 2,55,000 റുപ്പീസ്. പക്ഷെ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പലരും ഒരേ ഫേസ് വാല്യൂ ആണെങ്കിലും പലരും പല പെയ്ഡപ്പ് വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ലോസ്, ഒരു ഷെയറിനുള്ള ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എല്ലാം ഒരേ ഫേസ് വാല്യൂ ആയതുകൊണ്ടാണ്. 2,55,000 ഡിവൈഡഡ് ബൈ 5,000. 5000 ഷെയർ ഉണ്ടല്ലോ അല്ലെ? 3 ടൈപ്പ് ഓഫ് ഷെയർസിന്റെ ടോട്ടൽ നോക്കുമ്പോൾ 5,000 ഷെയർസ് ഉണ്ട്. സോ ഒരു ഷെയറിന് 51 രൂപ മാത്രമേ ലോസ് വരാവുള്ളൂ. പക്ഷെ ചിലർ 75 രൂപ അടച്ചിട്ടുണ്ട്, ചിലർ 60 രൂപ അടച്ചിട്ടുണ്ട്, ചിലർ 50 രൂപ അടച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചടച്ചവർ നമുക്ക് വാങ്ങണം, ഒരുപാട് അടച്ചവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. എന്തായാലും എല്ലാവരും ഒരു ഷെയറിന് 51 രൂപ മാത്രമേ ലോസ് സഫർ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഓരോ ക്ലാസ്സിനും എങ്ങനെ കൊടുക്കണം, എങ്ങനെ വാങ്ങണം നോക്കാം. താഴെ നോക്കിക്കോളൂ. ക്ലാസ് എ ഷെയർസ് 75 രൂപ നമുക്ക് തന്നിട്ടുണ്ട്, 51 രൂപ ലോസ് ഉള്ളൂ. സോ അവർക്ക് 24 രൂപ തിരിച്ചു കൊടുക്കണം. ക്ലാസ് ബിക്ക് 60 രൂപ തന്നിട്ടുണ്ട്, 51 രൂപ അവർക്ക് നമുക്ക് ലോസ് ആവുന്നുള്ളൂ, ശരിക്കുള്ള ഒരു ഷെയറിന് ലോസ് ഉള്ളൂ. സോ 9 രൂപ ലിക്വിഡേറ്റർ തിരിച്ചു കൊടുക്കണം. ക്ലാസ് സി ആണെങ്കിലോ 50 രൂപ തന്നിട്ടുള്ളൂ, അവർ 1 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. സോ 1 രൂപ അവരിങ്ങോട്ട് തരണം. അവരിങ്ങോട്ട് തരുമ്പോൾ എന്ത് ചെയ്യണം? റെസീപ്റ്റ് സൈഡിൽ എഴുതണം. ക്ലാസ് സി 1 രൂപ തരുമ്പോൾ നമ്മൾ റെസീപ്റ്റ് സൈഡിൽ കണ്ടോ, റെസീപ്റ്റ് സൈഡിൽ പ്രൊസീഡ്സ് ഓഫ് കോൾ അറ്റ് ദ റേറ്റ് ഓഫ് ₹1 പെർ ഷെയർ ഓൺ 1400 ഷെയർസ് ഓഫ് ക്ലാസ് സി. ക്ലാസ് സി 1400 ഷെയർ ഉണ്ട്, അവർ 1 രൂപ വെച്ച് തരണം. സോ റെസീപ്റ്റ് സൈഡിൽ 1400 വന്നു. പേയ്മെന്റ് സൈഡിൽ നോക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്ലാസ് എ കാർക്ക് 24 രൂപ കൊടുക്കണം. സോ 48,000. ക്ലാസ് ബി കാർക്ക് 9 രൂപ കൊടുക്കണം. സോ 14,400. സോ ടാലി. ഇങ്ങനെ ലിക്വിഡേറ്ററി ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അത് ക്ലോസ് ചെയ്യുന്നു, രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോഴാണ് അത് ഫ്ലോയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Illustration number 5. You are asked by a liquidator of a company to prepare a statement of account to be laid before a meeting of the shareholders from the following. Balance sheet as on date of liquidation 1st January 2019. 1st January 2019 balance sheet ആണ്. ഷെയർ ക്യാപിറ്റൽ 4,000 ഇക്വിറ്റി ഷെയർസ്, 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉണ്ട്, പക്ഷേ 80 റുപ്പീസ് മാത്രമേ പെയ്ഡപ്പ് ആയിട്ടുള്ളൂ. 1000 പ്രിഫറൻസ് ഷെയർസ് ആണ്, 100 റുപ്പീസ് ആണ് ഫേസ് വാല്യൂ, പക്ഷേ 70 റുപ്പീസ് ആണ് പെയ്ഡപ്പ്. സർപ്ലസ് ഒരു നെഗറ്റീവ് ബാലൻസ് ആണ് 1 lakh. ദെൻ സെക്യൂർഡ് ലോൺ സെക്യൂർഡ് ഫ്രം ബാങ്ക് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി. അവിടെ നമ്മൾ ബിൽഡിങ്ങും മെഷീനറിയും സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണ് 1,50,000 രൂപ നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 2,60,000. Asset side fixed asset, book debts. The asset realized as follows. 1st April 2019 book debts 1 lakh. നമ്മൾ ലിക്വിഡേറ്ററിന് 1st April, അതായത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് 1st ജാനുവരിയിലെയാണ് അല്ലേ? 1st April ബുക്ക് ഡെറ്റ്സിൽ നിന്ന് ഒരു 1 lakh റുപ്പീസ് കിട്ടി. ആ ഡേറ്റിലെ എക്സ്പെൻസസ് 4,000 റുപ്പീസ് ആണ്. ദെൻ 1st June 2019 ഫിക്സ്ഡ് അസറ്റ് ഫൈനൽ ആണ് 3 lakh. ബാലൻസ് ഷീറ്റ് പ്രകാരം 4 ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്, പക്ഷെ 3 lakh റുപ്പീസേ കിട്ടിയുള്ളൂ. അത് ഫൈനൽ എമൗണ്ട് ആണ്. ബുക്ക് ഡെറ്റ്സിന് വീണ്ടും 1 lakh റുപ്പീസ് കിട്ടി. ദെൻ 1st August ബുക്ക് ഡെറ്റ്സ് വീണ്ടും ഫൈനൽ 50,000. അപ്പോൾ ബുക്ക് ഡെറ്റ്സ് ടോട്ടൽ 3 lakh ഉണ്ട്. അതിൽ 1 lakh റുപ്പീസ് 1st April കിട്ടി, അഗെയിൻ 1 lakh റുപ്പീസ് കിട്ടി 1st June കിട്ടി, ദെൻ അഗെയിൻ 1st August 50,000 റുപ്പീസേ കിട്ടിയുള്ളൂ. സോ അങ്ങനെ ഫൈനലായിട്ട് അത് റിയലൈസ് ചെയ്തു. Liquidator is entitled to 5% on collections from book debts.
5% ബുക്ക് ഡെറ്റ്സിന്റെ ഓരോ തവണത്തെ കളക്ഷനിലും 5% ലിക്വിഡേറ്റർക്ക് റെമ്യൂണറേഷൻ ആയിട്ട് എടുക്കാം. 2% ഓൺ എമൗണ്ട് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. 2% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിന്റെ 2%. അത് മിക്കവാറും തികഞ്ഞില്ലെങ്കിൽ നമുക്കറിയാലോ, തികഞ്ഞില്ലെങ്കിൽ എത്രയാണ് എമൗണ്ട്, ദാറ്റ് എമൗണ്ട് ഇൻറ്റു 2/102. തികയുന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ഇൻറ്റു 2/100. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. Prepare the liquidator's final statement of account on the assumption that disbursements are made in accordance with law as and when cash is available. Cash available എപ്പോഴാണോ ആ സമയത്താണ് നമ്മൾ എന്താ പറയുക ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 3 ഡേറ്റ്സ് ഉണ്ട്, 1st April, 1st June ആൻഡ് 1st August. പ്രിപ്പയർ ചെയ്യാം. നോക്കാം. 1st April റെസീപ്റ്റ് സൈഡിൽ ബുക്ക് ഡെറ്റ്സ് ഒരു 1 lakh rupees മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 1 lakh. പേയ്മെന്റ് സൈഡിൽ ലിക്വിഡേറ്റർക്ക് റെമ്യൂണറേഷൻ എടുക്കാമല്ലോ അതിന്, അതായത് 1 lakhന്റെ 5% റെമ്യൂണറേഷൻ ആ ഡേറ്റിൽ തന്നെ എടുത്തു. അതേ ഡേറ്റിൽ ഒരു ലിക്വിഡേഷൻ എക്സ്പെൻസ് ഉണ്ട് 4,000, അതും അവിടെ കാണിച്ചു. ബാലൻസ് 91,000 നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. ഓക്കെ. ദെൻ 1st ജൂണിൽ നമുക്ക് ബുക്ക് ഡെറ്റ്സ് അഗെയിൻ 1 lakh rupees കിട്ടി. ഫിക്സ്ഡ് അസറ്റ് ഒരു 3 lakh rupees കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ 1st ജൂണിൽ 4,91,000 രൂപയാണ് റെസീപ്റ്റ് സൈഡിൽ വരിക. പേയ്മെന്റ് സൈഡ് നോക്കാം. ബുക്ക് ഡെറ്റ്സിന് കിട്ടിയ 1 lakhന് 5% കമ്മീഷൻ എടുക്കാം, 5,000. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിന്റെ 2% ആണ് ഇനി അനദർ ഒരു റെമ്യൂണറേഷൻ. പക്ഷെ അത് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. എല്ലാവർക്കും പേയ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അത് കൊടുക്കാനും പറ്റുള്ളൂ. അവരുടെ കോൺട്രിബ്യൂട്ടറീസ് അല്ല, അവർക്ക് ലാസ്റ്റേ കൊടുക്കാൻ പറ്റൂ. സോ അതിന് മുന്നേ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം 4,91,000 രൂപ ഉള്ളതാണ്. സോ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷനിലെ രണ്ടാമത്തെ എമൗണ്ട് നമുക്ക് ഇപ്പോൾ എഴുതാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ നിൽക്കട്ടെ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എഴുതാം. അടുത്ത എമൗണ്ട് ലോൺ ഫ്രം ബാങ്ക്. ലോൺ ഫ്രം ബാങ്ക് നോക്കി കണ്ടോ, സെക്യൂർഡ് ലോൺ ഫ്രം ബാങ്ക് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി. സെക്യൂർഡ് ലോൺ 1,50,000 rupees ആണ്. ആ ഇൻക്ലൂഡിംഗ് ദാറ്റ് അസറ്റ് ആണ് ഇപ്പോൾ റിയലൈസ് ചെയ്തിരിക്കണം 3 ലക്ഷം. സോ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണിന് നമ്മൾ ഉടനെ എമൗണ്ട് കൊടുക്കണം 1,50,000. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെങ്കിൽ അതിന് മുന്നേ ഉള്ള എല്ലാ ക്രെഡിറ്റേഴ്സിനും ഒക്കെ നമ്മൾ കൊടുത്തേ പറ്റൂ. സോ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 2,60,000 rupees കൊടുക്കണം. അത് ഇ പ്രകാരം ആസ് പെർ ഇ ആണ്. ദെൻ ആസ് പെർ എഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ. അങ്ങനെ 70,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തു. ഓക്കെ. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് കൊടുക്കാം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വർക്കിംഗ് നോട്ട് നോക്കാം. ഈ ഒരു സമയത്ത് റെസീപ്റ്റ് സൈഡിൽ നമുക്ക് 3 എമൗണ്ട്സ് ഉണ്ട്, 91,000, 1 lakh ആൻഡ് 3 lakh. സോ ടോട്ടൽ 4,91,000. ഇപ്പോൾ ഈ സമയത്ത് പേയ്മെന്റ്സ് പറഞ്ഞാൽ ഒരേ ഒരു കമ്മീഷൻ ഉള്ളൂ 5,000, ദെൻ 1,50,000 ലോൺ, ക്രെഡിറ്റേഴ്സിന് കൊടുത്ത 2,60,000, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുള്ള 70,000. അത്ര എമൗണ്ട് ലെസ് ചെയ്താൽ ആഡ് ചെയ്താൽ 4,85,000. പക്ഷേ നമ്മുടെ കയ്യിൽ 4,91,000 ഉണ്ട്. അതായത് എക്സസ് ഒരു 6,000 rupees ഉണ്ട്, സർപ്ലസ്. ഈ 6,000 ആർക്ക് കൊടുക്കാം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ കമ്മീഷൻ ആർക്കെടുക്കാം? ലിക്വിഡേറ്റർക്ക് എടുക്കാം. സോ കമ്മീഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 6,000 into 2/102. എമൗണ്ട് ഈസ് 118. ഈ 118 ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കോളത്തിലേക്ക് കൊണ്ടുപോയി എഴുതണം 118. സോ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ഇസ് 5,118. ഓക്കെ. ദെൻ അത് ബാലൻസ് ചെയ്യുക. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 6,000 ഇല്ല, 6,000ൽ നമ്മൾ കമ്മീഷൻ കഴിച്ച് ബാക്കി എമൗണ്ട് 5,882. ഇനി ലിക്വിഡേറ്ററുടെ കയ്യിൽ ഒരു എമൗണ്ടും ഇല്ല. സോ 1st August 2019ലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യാൻ എമൗണ്ട് ഒന്നുമില്ല. 1st August 2019 ബുക്ക് ഡെറ്റ്സ് വീണ്ടും റിയലൈസ് ചെയ്യുന്നുണ്ട് 50,000 രൂപ. അതിൽ കമ്മീഷൻ എടുക്കാം 5%. സോ പേയ്മെന്റ് സൈഡിൽ ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ 5% ഓൺ 50,000, 2,500. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിന്റെ 2% എടുക്കാം, പക്ഷെ ഇപ്പൊ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അഗെയിൻ വർക്കിംഗ് നോട്ടിലേക്ക് വരിക. വർക്കിംഗ് നോട്ടിൽ നമുക്കിപ്പോൾ റെസീപ്റ്റ് സൈഡിൽ 50,000 ആണ്, പേയ്മെന്റ് സൈഡിൽ ഒരേ എമൗണ്ട് ഉള്ളൂ 2,500. സോ ബാലൻസ് 47,500. അതിൽ കമ്മീഷൻ 2/102 ആണ്. സോ 931 rupees ആണ് കമ്മീഷൻ. 931 rupees ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷൻ കോളത്തിലേക്ക് എഴുതുക. ടോട്ടൽ ചെയ്യുക 3,431. ബാലൻസ് ചെയ്യുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 46,569 rupees കൊടുത്തതായിട്ട് കാണിക്കും. ഇങ്ങനെയാണ് ഓരോ ഡേറ്റിലും ഇങ്ങനെ റിയലൈസ് ചെയ്യുമ്പോൾ തന്നെ കമ്മീഷൻ എടുത്ത് ക്ലോസ് ചെയ്ത് പോകുന്ന രീതി ഇങ്ങനെയാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഓക്കെ. Illustration number 6.
Following are the balances taken from the books of Confidence Builders as at 30th September 2018. 30th September ആണ് ഈ balance sheet date. 11% preference shares ഉണ്ട്, 1 lakh equity shares ഉണ്ട്, ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 rupees ആണ്, ഫുള്ളി പെയ്ഡ് അപ്പ് ആണ് 1 lakh. ഒരു 5000 equity shares 10 rupee തന്നെ ഫേസ് വാല്യൂ, പക്ഷെ പെയ്ഡ് അപ്പ് വാല്യൂ 7.5 രൂപ മാത്രമേ ഉള്ളൂ, 7 rupees 50 paise ഉള്ളൂ, 37,500. 13% debentures ഉണ്ട്, മോർഗേജ് ലോൺ ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ് ഫോർ ട്രേഡ്, ഇൻകം ടാക്സ് അരിയേഴ്സ് എവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ തന്നെ കൺസിഡർ ചെയ്യണം അല്ലേ? Then debit balances land and building, sundry current assets, surplus ഒരു നെഗറ്റീവ് ബാലൻസ് ആണ്, ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസസ് നോട്ട് റിട്ടൺ ഓഫ്. ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് ബാലൻസസ്. മോർഗേജ് ലോൺ വാസ് സെക്യൂർഡ് അഗെയിൻസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. മോർഗേജ് ലോൺ നോക്ക്, ലയബിലിറ്റി സൈഡിൽ മോർഗേജ് ലോൺ 80,000 rupees ആണ്, അതിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. The debentures were secured by a floating charge on all the other assets. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എല്ലാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒഴികെ ബാക്കി എല്ലാ അസറ്റ്സിലും സെക്യൂർഡ് ആണെന്ന് അർത്ഥം. അതായത് അതിൽ നിന്ന് റിയലൈസ് ചെയ്ത് കൊടുക്കണം എന്നർത്ഥം. The company was unable to meet the payments and therefore the debenture holders appointed a receiver. കമ്പനിക്ക് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനോ കടം പേ ചെയ്യാനോ ഒന്നും ഇപ്പൊ സാധിക്കുന്നില്ല അല്ലേ? ആ സിറ്റുവേഷനിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരു റിസീവർ അപ്പോയിന്റ് ചെയ്തു. സാധാരണ മെമ്പേഴ്സോ ആണ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ തിയറി പറഞ്ഞു മെമ്പേഴ്സിന് വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. ഇവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ് റിസീവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വാസ് ഫോളോഡ് ബൈ എ റെസൊല്യൂഷൻ ഫോർ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അവർ അപ്പോയിന്റ് ചെയ്തപ്പോൾ ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പിലേക്ക് പോയി. അങ്ങനെ മെമ്പേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറീസും അവരുടേതായ ഒരു ലിക്വിഡേറ്ററും അപ്പോയിന്റഡ് ആണെന്ന് അർത്ഥം. The receiver for the debenture holders brought the land and building. Receiver വന്നപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെക്യൂർഡ് ആണ്. കാരണം ഡിബഞ്ചർ ഹോൾഡേഴ്സ് വെർ സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ഓൾ ദ അതർ അസറ്റ്സ് എന്നാണ് പറഞ്ഞത്. സോ ഓൾ ദ അതർ അസറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഈ റിസീവർ വന്നിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് കൺട്രോളിൽ എടുക്കുകയും ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഓപ്ഷനിൽ വെക്കുകയും ചെയ്തിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഓപ്ഷനിൽ വെച്ചപ്പോൾ 1,50,000 rupees കിട്ടി. He also took charge of sundry assets. അദ്ദേഹം വന്നിട്ട് റിസീവർ വന്നിട്ട് ഈ സൺട്രി അസറ്റ്സിന്റെ കൺട്രോൾ എടുത്തു. മുഴുവൻ സൺട്രി അസറ്റ്സിന്റെ കൺട്രോൾ അല്ല, 2,40,000 rupeesന്റെ സൺട്രി അസറ്റ്സിന്റെ കൺട്രോളെ ഏറ്റെടുത്തിട്ടുള്ളൂ. 2,40,000 കിട്ടിയില്ല ആൻഡ് റിയലൈസ്ഡ് 2 lakh. 2 ലക്ഷം രൂപയാണ് അതിൽ നിന്ന് റിയലൈസ് ചെയ്തത്. സോ ഒരു 1.5 ലക്ഷം രൂപ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റപ്പോൾ കിട്ടും. ദെൻ സൺട്രി അസറ്റ്സ് ഒരു 2 lakh rupees ആണ്. 3,50,000 rupees ഇപ്പോൾ റിസീവറിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. The liquidator realized 1 lakh on the sale of balance of sundry current asset. Debit balance നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ സൺട്രി കറണ്ട് അസറ്റിൽ 3,95,000 rupees ഉണ്ട്. ഈ 3,95,000 rupeesൽ 2,40,000 റിസീവർ എടുത്തിട്ട് 2 lakh കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള സൺട്രി കറണ്ട് അസറ്റ്സ് ഉണ്ട്, അതാരെ എടുത്തു? ലിക്വിഡേറ്റർ എടുത്തിട്ട് അത് ഓപ്ഷനിൽ വെച്ചു. അങ്ങനെ കുറച്ച് എമൗണ്ട് റിയലൈസ് ചെയ്തു. ആ റിയലൈസ് ചെയ്ത എമൗണ്ട് ആണ് 1 lakh. Okay, the bank overdraft was secured by a personal guarantee of 2 of the directors of the company, and on the bank raising a demand, the directors paid off the dues from their personal resources. അപ്പോൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റിന്റെ എമൗണ്ട് ഗ്യാരണ്ടി ആയിട്ട് നിന്നിട്ടുണ്ട് 2 directors. അവർ ആ പേയ്മെന്റ് ബാങ്ക് നിർബന്ധം വന്നപ്പോൾ ആ directors അത് പേ ഓഫ് ചെയ്തു, അവരുടെ പേഴ്സണൽ റിസോഴ്സിന് അത് പേ ഓഫ് ചെയ്തതായിട്ട് കാണിക്കുന്നു. Then cost incurred by the receiver. റിസീവർക്ക് ലിക്വിഡേഷൻ സമയത്തുള്ള എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഓപ്ഷൻ എക്സ്പെൻസ് ഒക്കെ ആയിരിക്കാം 2,000, and by the liquidator 2,800. The receiver was not entitled to any remuneration. ഒരു റെമ്യൂണറേഷനും റിസീവർ വാങ്ങുന്നില്ല. But the liquidator was to receive 3% fee on the value of asset realized by them. എത്രയാണോ ലിക്വിഡേറ്റർ റിയലൈസ് ചെയ്തത്, 1 lakh rupees ആണ് റിയലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ 1 lakh rupeesൽ 3% ഫീ ആർക്ക് കിട്ടും? liquidator remuneration ആയിട്ട് കിട്ടും. Preference shareholders has not been paid dividend for the period after 30th September 2016. Preference shareholders ഉണ്ട്, 11% preference shares, 11% dividend ഉണ്ട്. 2016 30th September ശേഷം അവർക്ക് ഈ അരിയർ കൊടുത്തിട്ടില്ല. സോ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എത്രയാണ്? 2018 ആണ്. 2016 കഴിഞ്ഞ് 17, 18 2 വർഷത്തെ അരിയർ കൊടുക്കാനുണ്ട്.
And the interest for the last half year was due to the debenture holders. Debenture holders ന് ഒരു 6 months-ന്റെ ഒരു ഇൻട്രസ്റ്റും കൂടി കൊടുക്കാനുണ്ട്. Prepare the accounts to be submitted by the receiver and the liquidator. റിസീവറും ലിക്വിഡേറ്ററും സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം റിസീവർ ആണ് ആക്ട് ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണോ അവരാണ് ആദ്യം ആക്ട് ചെയ്യുന്നത്. സോ അവരുടെ അക്കൗണ്ട് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. റിസീവേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. റിസീവർ വന്നിട്ട് ആകെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും സൺട്രി അസറ്റും റിയലൈസ് ചെയ്തു. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 1,50,000 2 lakh അസറ്റ്സ് എന്നും കിട്ടി. സോ റിസീവ് സൈഡിൽ റിയലൈസേഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,50,000, സൺട്രി അസറ്റ്സിൽ 2 lakh. സോ ടോട്ടൽ 3,50,000 rupees. പേയ്മെന്റ് സൈഡിൽ റിസീവർക്ക് കുറച്ച് കോസ്റ്റ് ഉണ്ടല്ലേ, ഓപ്ഷൻ കോസ്റ്റ് ഒക്കെ ആയിരിക്കും 2,000 rupees. ദെൻ മോർഗേജ് ലോൺ, കാരണം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെന്റൻസ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് മോർഗേജ് ലോൺ വാസ് സെക്യൂർഡ് അഗെയിൻസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുത്തിട്ടാണ് റിസീവർ വിറ്റിരിക്കുന്നത്. ആ 1.5 ലക്ഷം കിട്ടുമ്പോൾ ആദ്യം തന്നെ 80,000 രൂപ കൊടുക്കണം. സോ 80,000 rupees എന്ത് ചെയ്തു, മോർഗേജ് ലോൺ ആയിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്താൽ മതി. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ കൊടുക്കാനുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ 80,000 കഴിച്ച് ബാക്കി എമൗണ്ടും സൺട്രി അസറ്റ്സിൽ നിന്നുള്ള 2 lakh ഉണ്ട്. അപ്പൊ അതൊന്ന് വേണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ. വേണമെങ്കിൽ നമുക്ക് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാം. ആ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് റിസീവർ തന്നെ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ലിക്വിഡേറ്റർ കൊടുത്തോട്ടെ. ഞാനിവിടെ ചെയ്തത് നമ്മുടെ സൊല്യൂഷൻ അനുസരിച്ചാണ്. സോ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇൻകം ടാക്സ് വരുന്നുണ്ട്. സോ 26,000 നമ്മളത് കൊടുത്തതായിട്ട് കാണിച്ചു, റിസീവർ തന്നെ കൊടുത്തതായിട്ട് കാണിച്ചു. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രിൻസിപ്പലും ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ് റിസീവറെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് 1,50,000, ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട് 6 മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്കിംഗ് നോട്ട് നോക്കിയാൽ മതി. 1,50,000 into 13% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. 6 മാസമാണ് 6/12. സോ 9,750 rupees കൊടുക്കുക. സോ ടോട്ടൽ 1,59,750 ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ റിസീവർ അപ്പോയിന്റ് ചെയ്തത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് റിസീവർ കൈവയ്ക്കാൻ പാടില്ല, അത് ലിക്വിഡേറ്റർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സർപ്ലസ് ഹാൻഡഡ് ഓവർ ടു ദ ലിക്വിഡേറ്റർ 82,250. ഓക്കെ, ആ എമൗണ്ട് ആദ്യം ആർക്ക് കിട്ടും, ലിക്വിഡേറ്റർക്ക് കിട്ടും. സോ ലിക്വിഡേറ്ററിന്റെ സ്റ്റേറ്റ്മെന്റിൽ റിസീവ് സൈഡിൽ ആദ്യം തന്നെ സർപ്ലസ് റിസീവ്ഡ് ഫ്രം റിസീവർ 82,250. പിന്നെ ലിക്വിഡേറ്റർ കുറച്ച് അസറ്റ്സ്, ബാക്കിയുള്ള കറണ്ട് അസറ്റ്സ്, സൺട്രി കറണ്ട് അസറ്റ്സ് ഒക്കെ എടുത്ത് റിയലൈസ് ചെയ്ത് 1 lakh rupees കിട്ടിയിട്ടുണ്ട്. സോ 1 lakh. ഈ 1 lakhന് റെമ്യൂണറേഷൻ ഒരു 3% എടുക്കാം. സോ പേയ്മെന്റ് സൈഡിൽ ആദ്യം ലിക്വിഡേഷൻ കോസ്റ്റ് 2,800, പിന്നെ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ 1 lakhൽ 1 lakhന്റെ 3% 3,000. ഓക്കെ, ദെൻ നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വേണമെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇവിടെ കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഒരു 32,000ഉം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒരു 30,000 ഉണ്ട്. സോ ടോട്ടൽ 62,000. ഇത്ര എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതായത് റെസീപ്റ്റ് സൈഡിൽ സർപ്ലസ് റിസീവ്ഡ് ഫ്രം റിസീവർ 82,250യും റിയലൈസേഷൻ ഓഫ് അസറ്റ് ബൈ ലിക്വിഡേറ്റർ 1 lakhഉം റിസീവ് സൈഡിലും, പേയ്മെന്റ് സൈഡിൽ 2,800ഉം 3,000ഉം 62,000ഉം. ഇവിടെ വെച്ച് നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് തികയോ എന്ന് വേണമെങ്കിൽ നോക്കാം. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിൻസിപ്പൽ എമൗണ്ട് 1 lakhഉം 2 വർഷത്തെ ഡിവിഡൻഡ് കൊടുക്കാനുണ്ട്. സോ 22,000. 1 lakhന്റെ 11%, അങ്ങനെ 2 years ഉണ്ട്. 22,000 rupees കൊടുക്കണം. സോ ടോട്ടൽ 1,22,000. ഇനിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആർക്ക് കൊടുക്കണം, ആര് കൊണ്ടുവരണം. കാരണം ഒരേ ഫേസ് വാല്യൂല് 2 പെയ്ഡ് അപ്പ് വാല്യൂസ് ഉണ്ട്. കുറച്ച് പേര് 10 രൂപയും മുഴുവനായി കൊടുത്തവരും കുറച്ച് പേര് 7 രൂപ മാത്രം കൊടുത്തവരും ഉണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കിംഗ് നോട്ട് നോക്കിക്കോളൂ. ടോട്ടൽ റെസിപ്റ്റ് സൈഡിൽ ഇപ്പോൾ 2 എമൗണ്ടേ ഉള്ളൂ, 82,250യും 1 lakhഉം. ദാറ്റ് ഈസ് 1,82,250. പേയ്മെന്റ് സൈഡിൽ നമുക്ക് 4 എമൗണ്ട്സ് ഉണ്ട്. ലിക്വിഡേഷൻ കോസ്റ്റ്, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, ക്രെഡിറ്റേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ടോട്ടൽ 1,89,800. ഡെഫിഷ്യൻസിയാണ് വരിക 7,550 രൂപ ഡെഫിഷ്യൻസിയാണ്. അത് ആര് കൊണ്ടുവരണം ഡെഫിഷ്യൻസി? ആരാണോ ലയബിൾ അവര്. ഇവിടെ 7 രൂപക്കാരാണ് ഇനി 2 രൂപ തരേണ്ടത്. സോ അസ്യൂം ചെയ്യുക അവർ തന്നു. അവർ തന്നിട്ടില്ല, അവർ തന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്താണ് വർക്കിംഗ് നോട്ട് ചെയ്യുന്നത്. അസ്യൂം ചെയ്യാം 5,000 ഷെയർസ് ഉണ്ട്, അവർ 7 രൂപ തന്നിട്ടുള്ളൂ, അവർ ബാക്കി 2 രൂപ തരാനുണ്ട്. അങ്ങനെ തന്നുവെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. 5,000 into 2.5, അതായത് 12,500 രൂപ അവർ കൊണ്ടുവരും. 12,500.
500 രൂപ. ആ 12,500 രൂപയിൽ നിന്ന് 7,550 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സർപ്ലസ് ഉണ്ട് 4,950 രൂപ. ഈ 4,950 രൂപ ആരാണ് അവകാശികൾ? ഈ പറയുന്ന കോൺട്രിബ്യൂട്ടറീസ് ആണ്. കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും 10 രൂപക്കാരായി എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 10 rupees. സോ അവർക്ക് 10 rupeesഉം അടച്ചവർക്ക് ആദ്യത്തെ കാറ്റഗറിക്ക് 1 lakh rupeesഉം സെക്കൻഡ് കാറ്റഗറി ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 50,000 rupeesഉം കൊടുക്കണം. അപ്പോൾ 1,50,000 രൂപയാണ് കൊടുക്കാൻ. നമുക്ക് 4,950 രൂപ ഉണ്ടല്ലോ, സർപ്ലസ് ഉണ്ടല്ലോ. അപ്പൊ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 1,45,050. അത് കൊടുക്കാനുണ്ടോ? കൊടുക്കാനില്ല. സോ ലോസ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 1,45,050. അപ്പോൾ ഒരു ഷെയറിന്റെ ലോസ് എത്രയായിരിക്കും? 1,45,050 ഡിവൈഡഡ് ബൈ 15,000 ഷെയർസ്, 15,000 ഷെയർസ് ആണ്. സോ ഒരു ഷെയറിന് 9 രൂപ 67 പൈസ വരെ ലോസ് വരുന്നുള്ളൂ. പക്ഷെ ഇവർ രണ്ടുപേരും എന്താണ്, നമുക്ക് ഒരു കൂട്ടർ 10 രൂപയും ഒരു കൂട്ടർ 7 രൂപയും ശരിക്കും തന്നിട്ടുള്ളൂ. ശരിക്കും ഇവരെല്ലാവരും എങ്ങനെയൊക്കെ തന്നിരുന്നുവെങ്കിൽ എത്ര എമൗണ്ടേ ലോസ് വരുന്നുള്ളൂ? 9 രൂപ 67 പൈസ. സോ നമുക്ക് നോക്കാം. ഷെയർ 1 ഫസ്റ്റ് കാറ്റഗറി ഷെയർകാർ 10 രൂപ തന്നു, പക്ഷെ അവർക്ക് 9 രൂപ 67 പൈസ വരെ മാത്രമേ സഫർ ചെയ്യേണ്ടുള്ളൂ. സോ അവർക്ക് 33 പൈസ തിരിച്ചു കൊടുക്കണം. ഷെയർ 2 7 രൂപ തന്നിട്ടുള്ളൂ. നമ്മൾ കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് അവരിൽ നിന്ന് 2 രൂപ വാങ്ങിയതായിട്ട് കണക്കാക്കിയത്. പക്ഷെ അവർ 7 രൂപ തന്നിട്ടുള്ളൂ. ശരിക്കും ലോസ് 9 രൂപ 67 പൈസയാണ്. അതായത് അവരിനി 2 രൂപ 17 പൈസയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ ആ 2 രൂപ 17 പൈസ കൊണ്ടുവന്നാൽ റെസീപ്റ്റ് സൈഡിൽ ലിക്വിഡേറ്റർ എഴുതും. റെസീപ്റ്റ് സൈഡിൽ കണ്ടോ, കോൺട്രിബ്യൂട്ടറീസ് ഷെയർ, റെസീപ്റ്റ് സൈഡിൽ കോൺട്രിബ്യൂട്ടറീസ് ഷെയർ 5,000 into 2.17, 5,000 into 2.17, 10,850 അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. ദെൻ പേയ്മെന്റ് സൈഡിൽ റീഫണ്ട് ടു കോൺട്രിബ്യൂട്ടറീസ് 10,000 ഷെയർകാർക്ക് 33 പൈസ അങ്ങോട്ട് കൊടുക്കണം, 3,300 രൂപ കൊടുക്കണം. സോ ഇത് ടാലിയാവും. ഇങ്ങനെ ഇത് ക്ലോസ് ചെയ്തു എന്നുള്ളത്. ഇത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളാണ്, ഏറ്റവും സിമ്പിൾ പ്രോബ്ലം ആയിരിക്കുമെന്ന് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ എനിക്ക് ആഡ് ചെയ്യാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു 2 ടേംസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ലിക്വിഡേഷനും വൈൻഡിങ് അപ്പും. ആക്ച്വലി ലിക്വിഡേഷൻ പ്രൊസീജിയറിന്റെ ബിഗിനിങ് സ്റ്റേജിൽ വൈൻഡിങ് അപ്പ് എന്ന് പറയും. ബിഗിനിങ് സ്റ്റേജിനെ വൈൻഡിങ് അപ്പും അതിന്റെ എൻഡ് സ്റ്റേജ് ഡിസൊല്യൂഷനും എന്നാണ് പറയുക. ഓക്കെ, സോ അതിന്റെ ലിക്വിഡേഷൻ പ്രൊസീജിയറിന്റെ ബിഗിനിങ് സ്റ്റേജ് വൈൻഡിങ് അപ്പും അതിന്റെ എൻഡ് സ്റ്റേജ് ഡിസൊല്യൂഷൻ എന്നാണ് പറയുക. പിന്നെ സാധാരണ ഈ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതെല്ലാം ട്രിബ്യൂണൽ ആണ്. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ കൗൺസിലാണ്. ആ നാഷണൽ കൗൺസിലാണ് ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതും എല്ലാം. ട്രിബ്യൂണൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ വന്നാലാണ് നമ്മൾ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്നൊക്കെ പറയുന്നത്. മറ്റതെല്ലാം വോളണ്ടറി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ വോളണ്ടറി ലിക്വിഡേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഇൻസോൾവൻസി എല്ലാം ഫോളോ ചെയ്യുന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ് IBC. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ്. കമ്പനീസ് ആക്ട്, ലിക്വിഡേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കമ്പനീസ് ആക്ട് 2013 ഫോളോ ചെയ്യുന്നത്. പിന്നെ ലിക്വിഡേഷൻ പ്രൊസീജിയറിലേക്ക് പരമാവധി കൊണ്ടുപോകാതിരിക്കാൻ പല കമ്പനീസും പല ട്രിബ്യൂണലും ശ്രമിക്കും. കാരണം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുക അവിടുത്തെ എംപ്ലോയീസും ആ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സുമാണ്. അതുകൊണ്ടാണ് ഈ ലിക്വിഡേഷൻ പ്രൊസീജിയറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ക്രെഡിറ്റേഴ്സിനും എംപ്ലോയീസിനും തന്നെ കൊടുക്കുന്നത്. അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കാറ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. നമുക്കറിയാലോ, ഈ കിങ്ഫിഷറൊക്കെ ഈ ഒരു അവസ്ഥയിൽ മല്ലിയൊക്കെ ഇങ്ങനെ വേറെ രാജ്യത്തേക്ക് പലായനം ചെയ്തൊക്കെ പോയപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കമ്പനിയുടെ എംപ്ലോയീസും ഇവിടെ നമ്മൾ ആ കിങ്ഫിഷർ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ബാങ്ക്, അതായത് ലോൺ കൊടുത്തിട്ടുള്ള ബാങ്കൊക്കെയാണ് സഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു റൈറ്റ് വേണം. അവർക്ക് കുറെ അവകാശങ്ങളുണ്ട്. അവരുടെ റൈറ്റ് എന്താണ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ്. ആ ആക്ടിലൂടെയാണ് നമ്മൾ ഈ ലിക്വിഡേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ടൈം എടുക്കും, പക്ഷെ അതെല്ലാം പ്രൊസീജിയർ ആ ഒരു ഒഫീഷ്യൽ മാനറിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ലീഗലായിട്ടുള്ള ഫോം, ഈ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എല്ലാം ലീഗൽ ഫോമാണ്, ഒരു ഫോമാണ്. ആ ഫോമിലൂടെ തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓക്കെ, നന്നായി പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു.